ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വായ്പാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള ദേശീയതല പരിപാടിക്ക് ഓൺലൈനായി തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പിഎം സൂരജ് ദേശീയ പോർട്ടലിന്റെ പ്രകാശനവും ശ്രീ മോദി നിർവഹിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള 1 ലക്ഷം സംരംഭകർക്കാണ് ചടങ്ങിൽ വായ്പാ അനുമതി നൽകിയത്. ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏകീകൃത സിവിൽ കോഡ് ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഈ ബിൽ നടപ്പാക്കുന്നതോടെ സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. 72 പേരാണ് രണ്ടാംഘട്ട പട്ടികയിലുള്ളത്. കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് സിംഗ് ഠാക്കൂർ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂർ മണ്ഡലത്തിൽ നിന്നും, നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്നും, പീയൂഷ് ഗോയൽ മുംബൈ നോർത്തിൽ നിന്നും മത്സരിക്കും. കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി ധാർവാഡ് ലോക്സഭാ സീറ്റിലും, ശോഭ കരന്ദലാജെ ബാംഗ്ലൂർ നോർത്തിലും, ഭഗവന്ത് ഖുബ കർണാടകയിലെ ബിദാർ സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥിയാകും. ആകാശവാണി, ദൂരദർശൻ വാർത്തകളുടെ നവീകരിച്ച വെബ്സൈറ്റുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഓൺ AIR ആപ്പിന്റെ നവീകരിച്ച പതിപ്പിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ശബ്ദ ദൃശ്യ വിതരണം ലക്ഷ്യമിട്ടുള്ള പ്രസാർ ഭാരതിയുടെ ശബ്ദ് എന്ന സംരംഭത്തിനും കേന്ദ്രമന്ത്രി തുടക്കം കുറിച്ചു. പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾ ഈ മാസം 15-ന് മുൻപ് മറ്റൊരു ബാങ്ക് ഫാസ്ടാഗിലേക്ക് മാറാൻ ദേശീയപാത അതോറിറ്റി നിർദ്ദേശം നൽകി. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിഴയോ ഇരട്ടി ഫീസോ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഈ മാസം 15-ന് ശേഷം പേടിഎം ഫാസ്ടാഗ് ഉപഭോക്താക്കൾക്ക് ബാലൻസ് റീചാർജ് ചെയ്യാനോ ടോപ്പ് അപ്പ് ചെയ്യാനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം. ഡൽഹി മെട്രോ 5ാം ഘട്ടത്തിന്റെ ഭാഗമായ 2 ഇടനാഴികൾക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി. 8400 കോടി രൂപ ചെലവിലാണ് ലജ്പത് നഗർ സാകേത് മെട്രോ ലൈനും ഇന്ദ്രലോക് ഇന്ദ്രപ്രസ്ഥ മെട്രോ ലൈനും നിർമ്മിക്കുകയെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. 2026 മാർച്ചോടെ ഇവയുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കടമെടുപ്പ് പരിധി സംബന്ധിച്ച കേരളത്തിന്റെ ഹർജിയിൽ ഈ മാസം 21-ന് വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിന് ഒറ്റത്തവണ പാക്കേജ് എന്ന നിർദ്ദേശമാണ് പ്രശ്ന പരിഹാരത്തിന് സുപ്രീംകോടതി ഇന്നലെ മുന്നോട്ടുവച്ചത്. 10,000 കോടി രൂപയെങ്കിലും കിട്ടണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ ഉപാധികളോടെ 5,000 കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചു. വിശദ വാദം കേൾക്കണമെന്ന് കേന്ദ്രവും കേരളവും ആവശ്യപ്പെട്ടതോടെയാണ് ഹർജി ഈ മാസം 21-ലേക്ക് മാറ്റിയത്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള സർക്കാർ സ്വീകരിച്ച നിലപാടിന് അനുസൃതമായ നിയമ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സുപ്രീംകോടതി മുഖേന അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരമുള്ള ഒറിജിനൽ സ്യൂട്ട് നേരത്തെ തന്നെ സുപ്രീംകോടതി മുമ്പാകെ സംസ്ഥാനം ഫയൽ ചെയ്തിട്ടുണ്ട്. പൌരത്വ നിയമത്തിന് കീഴിലുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതി മുഖേന തുടർ നിയമ നടപടിക്ക് സംസ്ഥാനം ഒരുങ്ങുന്നത്. കേരളത്തിൽ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നതാണ് നിലപാടെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂപപ്പെടുന്നു. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. വിപണി വില പിടിച്ചു നിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അരിയുടെ വിൽപ്പന തുടങ്ങി. സപ്ലൈകോ വഴി ശബരി കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഗുണപരവും കാലോചിതവുമായ മാറ്റം വരുത്താൻ മന്ത്രിസഭ പാസാക്കിയ ഡിസൈൻ നയം സുപ്രധാന സംഭാവന നൽകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത്, വിനോദസഞ്ചാര മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്നതായിരിക്കും ഈ നയമെന്നും മന്ത്രി പറഞ്ഞു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം തുടരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗുജറാത്ത് ജയന്റ്സ് 16 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഗുജറാത്ത് ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ 1 ഗോൾ നേടി. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില വർദ്ധനവ് തുടരുന്ന സാഹചര്യത്തിൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായി റബ്ബർ ബോർഡ് ഈ മാസം 15-ന് യോഗം ചേരും. മറ്റ് രാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനത്തിലുണ്ടായ കുറവാണ് റബ്ബർ വില വർദ്ധനവിന് കാരണമായിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.